ഇത് എന്റെ ക്ലാസ് അല്ലേ? എന്ത് കണ്ണടയിലിട്ടിട്ട് എന്തൊരു ഓവറാണിത്. ഞാൻ പെർഫോം ചെയ്യണ്ട്. എന്തോ സെറ്റാക്കി വെച്ചിട്ട് വരുന്ന പോലെ. എന്തോ സ്ക്രിപ്റ്റ് സെറ്റാക്കി വെച്ചിട്ടാ വരുന്ന വരവാണ്. ഞാൻ പെർഫോം ചെയ്യുന്നത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തോ ഒരു സ്ക്രിപ്റ്റ് സെറ്റാക്കി വെച്ചിട്ട് വരുന്ന വയ്യ. ഇത് അച്ചായൻ സാഡായി. അച്ചായൻ എന്താ സാഡാവാൻ കാരണം എന്ത്? അച്ഛൻ ഫുള്ള് സൈഡായി പോയാലേ, ഒരു സൈഡ് ക്യാരക്ടർ ആയി പോയാലേ. പാവം പണ്ട് മെയിൻ പണ്ട് മെയിൻ ക്യാരക്ടർ ഇല്ല അച്ഛൻ. ഇപ്പൊ ഫുള്ള് ഇല്ല അച്ഛൻ നിങ്ങള് സൈഡായി പോയി. അങ്ങനെ പറഞ്ഞാല് ആളോണോ ഒന്നുമില്ല. എന്നിട്ട് അത് നല്ലല്ലോ. ഷേക്ക് ന്യൂ വീഡിയോ റിയാക്ട് ചെയ്യും. ഇല്ല അത് തീയാക്കുന്നില്ല നമ്മള്. ചട്ടകം പഴുപ്പിക്കുന്നുണ്ട്. കുണ്ടി കാണിക്കണ്ട, ബാക്കില് കുണ്ടീന്റെ തൊട്ട് മുകളിലാക്കാം. എന്തിനാ ഇങ്ങനത്തെ ആളെ കൊല്ലുന്ന പരിപാടി? കുറച്ച് ആടാകണോടാ, എന്നാലേ നീല പഠിക്കൂ. മതി പണിഷ്മെന്റ് നിർത്തി. പണിഷ്മെന്റ് സ്പാം ചെയ്തോണ്ട് നിക്കല്ലേ മുത്ത. കമ്പി അസ്പാക എന്താ കമ്പി? അതെന്താ കമ്പി അസ്പാക? അത് അറിയല്ലേ? ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ് വിളിക്കാൻ പാടില്ലേ? നിന്റെ ഉപ്പ. ഓ അല്ല അത് തെറിയല്ലേ? നീ എന്താ ഇവൻ എന്താ ഇപ്പൊ കുറച്ച് ഓവർ കോൺഫിഡൻസ് അല്ലോ? കുറച്ച് ഓവറാകുന്നുണ്ടല്ലോ. മെയിനാണുള്ള പരിപാടിയാ. ഫേമസ് ആരാ? സ്ക്രിപ്റ്റ് എല്ലാരും മുന്നാടുക്ക്. അസ്ബാഖ് എന്തോ പറയുന്നുണ്ട്. ഞാൻ ഉപ്പത് അറിയില്ലാന്ന് വേറെ സ്ക്രിപ്റ്റ് ആയിട്ട് കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇവനെന്തൊരു ഇത്ര ആക്റ്റീവ് ആവില്ലല്ലോ. സാധാരണ ഇവൻ ലൈവ് അല്ലാത്തപ്പോ ഇവൻ ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ലൈവ് അല്ലാത്ത, ഞാൻ പാടെ ലൈവ് അല്ലാത്ത ക്യാമറ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഞാൻ പറഞ്ഞ അസ്പാക്കിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തരാം. അസ്പാക്കിനെ ഇമിറ്റേറ്റ് ചെയ്ത് തരാം. ഇതൊന്ന് കള്ളു പിടിച്ചോ? ഫുൾ ടൈം ഉറങ്ങല്. ഇവ ഓണല്ലല്ലോ, ഇവ സൈഡല്ലേ. അത്രയും ഇവ ഇങ്ങനെ ഉറങ്ങോ എന്റെ എണീച്ചിട്ട്. ഞാൻ പബ്ജി കളിക്കാ. ആരാണ് പബ്ജി കയറ്റിയത്? ആരാണ് പബ്ജി കയറ്റിയത്? എടാ എന്തൊരു കളവാണ് നീ ലൈവിൽ വരുമ്പോ ക്യാരക്ടർ മാറിയത്. ഞാൻ പറഞ്ഞ ഓക്കെ പബ്ജി ഞാൻ കളിച്ചു. ശരി, എന്നെ പബ്ജി കളിക്കുന്നതിന് എന്താ തെറ്റ്? ഞാൻ തിരക്കുണ്ടായിരുന്നല്ലോ. എടാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തിരക്ക്. ഓക്കെ അല്ല, ഒരാഴ്ച മുട്ടയും പപ്സും തിന്നിട്ട് അവിടെ പബ്ജി കളിക്കും. പബ്ജിയിലും കുറെ അവരാതുണ്ട്, അതും കളിച്ചിരിക്കല് എന്റെ പണി. എടാ എനിക്ക് തിരക്ക് പറയുന്നത് വിശ്വസിക്കരുത്. എനിക്ക് ശരിക്കും തിരക്കുണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ചയായിട്ടല്ലേ. എടാ അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അണ്ടിപ്പറ്റും ബദാമൊന്നും ഞാൻ കാണുന്നില്ലേ? ഇടക്കൊരു പടി കൂടും. ഇങ്ങനല്ലടാ, ഇത് ഓവറാണ്. മനസ്സിലായില്ല. ശ്രദ്ധിക്കപ്പെടാൻ മെയിനാകുമ്പോട്ട് പുതിയ എല്ലിതാ ചാറ്റ് മൊത്തം എല്ലിതാ. ചാറ്റ് 29 മീൻസ് താഴേക്ക് ചൂണ്ടുന്ന ചൂണ്ടുവിരൽ തെളിഞ്ഞ ചർമ്മനിറം. വിളിച്ചിട്ട് ഷമീറ നീ കുറച്ചൊന്ന് ഇതായിട്ട് നിൽക്കണം, നമുക്ക് കുറച്ച് പെർഫോം ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. മങ്കി കയറും, പെണ്ണിനെ കണ്ട ഓളെന്താ കൊല കാണിച്ചാൽ
എന്നാ ഇന്ന് ഇവനൊന്ന് പിടിച്ചിരുത്തണേ, ഇവനെന്താ ചെയ്യുന്നത് നോക്കട്ടെ. അല്ല ഞാൻ ഒരു കാര്യം പറ്റ അസ്പാക്കെ, ഞാൻ ഇവിടെ ആൾക്കാരോട് അല്ല നീ നേരത്തെ പറഞ്ഞത് നീ തിരിച്ചെടുക്കണം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് ഞാൻ പബ്ജി കളി തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ എനിക്ക് ശരിക്കും തിരക്കുണ്ടായിരുന്നു. ഇല്ലേ ആൾക്കാർ വിചാരിക്കും ഞാൻ തിരക്കാന്ന് കളവ് പറഞ്ഞിട്ട് ഇവിടെ പബ്ജി കളിച്ചിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും. അത് മാറ്റി പറ. 2 ആഴ്ച എനിക്ക് പബ്ജി കളിക്കാൻ തോന്നി, അതുകൊണ്ട് കളിച്ചു. പിന്നെ ഇവർക്കെല്ലാം ലൈവ് ഉണ്ട്, ഇവരെല്ലാം സെറ്റ് ആവണ്ടേ. ഇതിന് വേണ്ടി ഞാൻ ബ്രേക്ക് എടുത്തു. അതിനെന്താ ഇവൻ പറയാൻ വേണ്ടി എന്തെല്ലോ പറയുന്നതെന്ന് തോന്നുന്നു. എന്തെല്ലോ ഓവർ ആ കാര്യം ഓവർ ഓവർ പോയല്ലോ. ഇറ്റായി കളയാൻ ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പെട്ടെന്ന് അടക്കുക, സ്ലോ ആയിട്ട് നടക്കുക. ഉള്ള പറഞ്ഞ കള്ളം പറഞ്ഞൊന്നല്ല, എല്ലാം നീ പറഞ്ഞിട്ട് എടാ അത് കാര്യം ഉള്ള പോലെ പറയണം. നീ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഞാൻ പബ്ജി കളിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസമായിട്ട് ഞാൻ പബ്ജി കളിക്കുന്നുള്ളൂ. ഓക്കെ 10 ദിവസമായില്ല, ഒരാഴ്ച. എനിക്ക് ബിസിനസ് സംസാരിച്ചോ. അന്റെ ലൈവ് വന്ന് കൊളാക്കില്ലേ മൈക്ക് എടുത്തിട്ട് പോയിട്ട്, അപ്പുറത്ത് പോയിട്ട് കമ്പി സൗണ്ട്. അതായി കമ്പി ഇഷ്യൂ. ഇതിപ്പോ നിന്റെ വേറെ പണ്ടത്തെ കമ്പി ഇഷ്യൂ ഓർമ്മ പണ്ടത്തെ കൊറേ കഥകളുണ്ട് മുത്തേ. ആസ്പാക്കിന്റെ കൊറേ കഥ ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല, തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. നിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എനിവേസ് ഗൈസ്, ഡിപ്രഷൻ സ്റ്റോറിയോ? എന്ത് ഡിപ്രഷൻ സ്റ്റോറി? ആരുടെ ഡിപ്രഷൻ സ്റ്റോറി? ആർക്കും ഡിപ്രഷൻ ഒന്നുമില്ല. ഡിപ്രഷൻ ആയിട്ടല്ലടാ, ഞാൻ ഒരു വൈബിന് വേണ്ടിയാണ് പബ്ജി കളിക്കുന്നത്. മനസ്സിലാവും? ഡിപ്രഷൻ ഒന്നല്ല, മനസ്സിലാവും? ഡിപ്രഷൻ കുറച്ച് ഒരു 2 മാസം മുമ്പ് എനിക്ക് ലാസ്റ്റ് ഡിപ്രഷൻ അടിച്ചത്. അത് കഴിഞ്ഞു. ആ സമയത്ത് ചെറിയൊരു എനിവേസ് അല്ല പിന്നെ പറയാം. ഞാൻ ഡെയിലി ലൈവ് തുടങ്ങിയിട്ട് പറയാന്ന് പറഞ്ഞു. ഡെയിലി ലൈവ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഡേ ആണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അത് വിടാടാ, മുണ്ടാണ്ടില്ല. അതിന് പറഞ്ഞോണ്ടിരിക്കല്ല, എൻ്റെ മൂഡ് പോവും. ഞാൻ തമാശ പറയല്ല, എൻ്റെ മൂഡ് പോവും. അത് വിട്. ഓക്കെ, അപ്പൊ എനിവേസ് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ. നീ എന്താ വിടാ മുകളിൽ പോടാ കാലീശ. എൻ്റെ ഓരോ അവരാതും പറഞ്ഞും വന്നോളൂ. അപ്പൊ നമ്മൾ മിസ് ഔട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. എന്തെല്ലാം DC-യിൽ ബാക്കിയുള്ളത്. എടാ ക്ലിപ്സ് എല്ലാം ഉണ്ടോ ചാറ്റ്? ഞാൻ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് എന്തെല്ലാം മിസ് ചെയ്യുന്ന എനിക്ക് അറിയില്ല. ക്ലിപ്സ് എല്ലാം എടുത്ത് ഡിസ്കോഡിൽ വാരി വിതറി ഇട്ടോ, ഞാൻ റിയാക്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ജിനുമ എൻ്റെ റാംബോ പോയട്ടെ, തീട്ട ഇഷ്യൂ ഒന്നും പറയല്ല. ജിനുമ എൻ്റെ റാംബോ എന്ത് ഇഷ്യൂ? എന്താ ഇനി ഇത് ഇഷ്യൂ ഉള്ളത്? ഇവൻ ആ പെണ്ണിന്റെ ബാക്കിൽ നടക്കുന്നത്. ഇവന് ഈ ടാങ്കർ ലോറി പോലത്തെ ഇവൻ ആ കുഞ്ഞി പെണ്ണിന്റെ ബാക്കിൽ നടക്കുന്നത്. ഈ 45 വയസ്സുള്ള കളവൻ, ഈ അച്ചായൻ. അപ്പൊ ഗൈസ് അതെല്ലാം വിടും. കാണിച്ചു എന്ത് കാണിച്ചു അറിയാ? ആർക്കാ ഫോൺ ഗിഫ്റ്റ് കൊടുത്തത് എന്തെല്ലാം അറിയണം? പോയട്ടെ, ഫോണില് ഞാൻ അതെല്ലാം ആർക്കെങ്കിലും കൊടുത്തോളാം. അമ്മു അങ്ങനെ ഒരു ഫോൺ ഇല്ല. അപ്പൊ ഏത് ഫോൺ? നീ കൊടുത്തിട്ടില്ല? ഞാൻ ഫോണും കൊടുത്തില്ല, അങ്ങനെ ഒരു ഫോൺ വാങ്ങിയിട്ടുമില്ല. പിന്നെ ചാറ്റ് പറഞ്ഞതോ? എടാ ഞാൻ ഫോൺ വാങ്ങുന്നുണ്ട്, ഞാൻ എനിക്കല്ലേ തരൂ. ഞാൻ ആർക്കും ഫോണും കൊടുത്തില്ല. നീ സമ്മാനത്തിലേ പെണ്ണ ഒരു അസ്പാക്കെ വൃത്തിയോട് പറയരുത്. മനസ്സിലാ? ഇവൻ എന്താണ് ഇവൻ സ്ക്രിപ്റ്റഡാ വെറുതെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുമല്ലോ ഏത് പെണ്ണ്. അതിന് വേണ്ടി ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ നിങ്ങൾക്കൊരു നാണുമാനും ഇല്ല അസ്പാക്കെ. വെറുതെ വന്നിട്ട് നീ ഇങ്ങനെ നല്ലതല്ലോ. സാധാരണ നീ കടന്നു പറഞ്ഞാലും വേഗമായിട്ട് ഇരിക്കലോന്നല്ലോ. ഒരു അച്ഛത്തിൽ സംസാരിക്കാറേ ഇല്ലല്ലോ. ലൈവില് മെയിൻ ആവാൻ വേണ്ടിട്ട് കുറെ ആവശ്യത്തിന് ഡിസ്കോഡ് റിയാക്ട് ചെയ്യാൻ
എന്റെ മൂഡ് എനിക്ക് ചിരിക്കണം എന്നുകൊണ്ട് ഇവൻ അടിക്കണം എന്നുകൊണ്ട് നായിന്റെ ആ മോനെല്ലാം വന്നിട്ട് നായിന്റെ മോൻ തെറിയല്ല നായിന്റെ മോൻ തെറിയല്ലടാ നായ തെറിയല്ല മോനും തെറിയല്ല ഇത് കൂട്ടി വായിക്കുമ്പോ തെറിയാണോ നമ്മള് നേരത്തെ തീരുമാനിച്ചാരാ നായിന്റെ മോൻ തെറിയല്ല Intentionally abusing someone is not good. It's all about civic sense. And Uppa, it's literally abusing someone who is not involved in the issue. Punishment suggesting. 50 dirham super chat ഒരാളൊരു കാര്യം നോക്കണം അതിന് പരിഗണന കൊടുക്കണം. അതെന്താ 50 dirham ഇട്ടാ മാത്രമേ നോക്കാൻ പറ്റൂ? പൈസക്കാർക്ക് മാത്രം പൈസ കൂടുതലുള്ളവർക്ക് മാത്രം ഇതാക്കാം. ഇതൊന്നും പറയരുത്. ശിവകാമി എന്നാ എനിക്കും കുറച്ച് കാര്യങ്ങൾ പോലെ എന്തല്ലോ പറയട്ടെ. എന്താ പറയാനൊന്നുമില്ല. ഞാൻ അതൊക്കെ എനിക്കൊരു സ്ട്രീമർ ആകണം. അതിന് എനിക്ക് പി സിയിൽ പുതിയതൊന്നും വേണ്ട. യൂസിനായാലും മതി. പി സിയുടെ ക്യാഷ് ഞാൻ സ്ട്രീം ചെയ്ത് കടം വീട്ടിക്കൊള്ളാം. പാവോടാ നമ്മൾ ശരിക്കും ഞാനില്ല. ഞാൻ പറയട്ടെ, എൻ്റെ സ്ട്രീമിങ്ങിന്റെ കോഴ്സ് ഇറക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു പ്രോഗ്രാമും കൂടി ഇറക്കിയാലെന്ന് അല്ലെങ്കിൽ ഈ സ്ട്രീമിങ് പഠിക്കാൻ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മളെ ഈ കോഴ്സ് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. പക്ഷെ ഇതിനുള്ള ഫൈനാൻഷ്യൽ ഇതില്ലാത്ത ആൾക്കാരാണ് കൂടുതലുണ്ടാവും. ഇവരെയും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം മനസ്സിലാവും. അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഗവൺമെന്റ് ഒന്നും ഒരു സപ്പോർട്ടില്ല. ദുബായിലും ഗെയിമിന് സപ്പോർട്ടാണോ അല്ല? ദുബായിൽ ശരിക്കും ഗോൾഡൻ വിസ ഉണ്ട്. ഗെയിമേഴ്സിന് വേണ്ടി ഗോൾഡൻ വിസ പ്രത്യേക ഇതാക്കിയത്. ഈ നാട് എന്തൊരു തീട്ടാണ്. Friends, please check out Psycho Tom Gaming. He is also streaming new streamer. പോലെയാണ് ഇവര് കാണുന്നത്. സ്ട്രീമിംഗ് എന്നെല്ലാം പറഞ്ഞു. അപ്പം വയോജന സോംബി സോങ് കേട്ട് നല്ല വട്ടം. പാർട്ട് ടൈം സ്ട്രീമർ ഈസ് ബാക്ക്. മുത്ത ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പാർട്ട് ടൈം സ്ട്രീമർ ആയതുകൊണ്ടല്ല. ഞാൻ എല്ലാ ദിവസവും വന്ന് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനിയും സ്ട്രീമേഴ്സ് വരാണ്ട്. അടുത്ത സ്ട്രീമർ കുര്യാക്കോസ് ആണ്, മനസ്സിലാ? അതൊരു ലൈവ് ആ ലൈവ് എങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഡിസ്കോഡ് നോക്കാം. എടാ ഒന്ന് സമാധാനം എന്താ? ഈ അസ്പാക്ക് ഇടക്കിടക്ക് ഈ കൊക്ക് തലയിടുന്ന പോലെ, ഒരു മണ്ടല് തലയിടുന്ന പോലെ എന്റെ സൈഡിൽ ഒരു തല ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ അസ്പാക്ക് എന്ന് പറഞ്ഞു വരുത്താം. മാറ്, ഇവനൊന്ന് പിടിച്ചു മാറ്റിയ ബോഡി ഗാർഡ്, ഇവനൊന്ന് പിടിച്ചു മാറ്റിയ ഞാൻ ഒന്ന് ഡിസ്കോഡ് റിയാക്ട് ചെയ്യട്ടെ. എന്താ എടാ ഞാൻ ഒരു കാര്യം പറട്ടെ, നിനക്ക് ഇതിൽ റോളില്ല. നീ എന്താ വിടാ? നീ എന്താ എന്റെ സ്ട്രീമിൽ? ഇവനെന്താ എന്റെ സ്ട്രീമിൽ അസ്പാക്കിനെ ഇവിടെ നിർത്തിക്കണ ചാറ്റ് ഒന്ന് പറഞ്ഞ. അല്ലെങ്കിൽ നിങ്ങൾ കിക്കെല്ലാം വരലുണ്ടല്ലോ. ഇതെന്താ കിക്ക് അസ്പാക്ക് ഒന്നും വരാത്ത? അതിന് പോലുള്ള ഈ അസ്പാക്ക് എന്ന് പറയുന്ന ഈ മുഷി മുഖനെ ഇവിടെ നിർത്തിക്കണം. ഈ എലിനെ പോലുള്ളവരുണ്ടല്ലോ മംഗോളി മുഖ. ഇതെന്താ ഇത് കുര്യാക്കോസിന്റെ ഡയലോഗല്ലേ? ഏത് നോ എസ്? എന്തിനാ ഇപ്പൊ എസ് നോ പറയുന്നവര്? കിക്ക് അസ്പാക്ക് പറഞ്ഞാൽ മതി. ഇവനെ പുറത്താക്കണേ. കിക്കോ കീപ്പോ നിങ്ങൾ ഇത് സ്ട്രീം കിക്ക് ഓർ കീപ്പ്. പുറത്താക്കണം കിക്ക്, നിർത്തിക്കണം കീപ്പ് നടിക്കും. ഓക്കെ, കീപ്പ് ഓർ കിക്ക്. THOPP I miss UMRZ gang live comeback PTT. ഇവനൊരു കീപ്പാണല്ലോ. ഇതെന്താ ചാറ്റ്? ഇത് എവിടുന്ന പറഞ്ഞ മുഷിമുഖൻ എന്തിനാ ഇത്തിരി സപ്പോർട്ട്? നിന്റെ നാട്ടിൽ സ്ട്രീമർ കുണ്ടായപ്പോ നിന്റെ പണ്ടത്തിനും പണ്ട് പണ്ട് ഈ പരമാറി ഹവായി ചെരുപ്പിട്ടിട്ട് വരും മൂക്കട്ട ഏൽപ്പിച്ചിട്ട് എന്നാ കളിക്കാൻ കൂട്ടോ നാട്ടിലത്തെ എല്ലാ ടീമിലും പോവും. ഒരുത്തൻ കൂട്ടുന്നുണ്ട്. ഞാനാണെങ്കിൽ നാറിനെ കൂട്ടിന് കളിക്കാൻ. സ്ട്രീമർ കുണ്ടി സ്ട്രീം തുടങ്ങിയപ്പോ കമ്പ്യൂട്ടർ വല്ല മറ്റേ എന്താ പറയുന്നത് സ്ട്രീമിന്റെ സാധനങ്ങൾ വാങ്ങാന്, മറ്റേ കമ്പ്യൂട്ടർ വാങ്ങാന്, ഒരു സാധനത്തിന് വിളിക്കാൻ പോലും ഒരു പട്ടി പോലും തിരിഞ്ഞോക്കൂല. എന്നിട്ട് അന്റെ തുക്കട സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ പോവും ഓരോ കമ്പ്യൂട്ടർ ഷോപ്പിൽ ഓരോ ഇതില്. എന്നിട്ട് ഇവന്റെ ഉപ്പ വരുന്നുണ്ടോ പുറത്ത് കാവലിക്കും സ്ട്രീമിങ് നിർത്താൻ വേണ്ടിട്ട് ഉപ്പ വരുന്നവരെ. ഇവൻ വല്ല സ്ട്രീമർ കൊണ്ടുപോയി പറഞ്ഞ കിക്ക് കീപ്പ് പരമാറി. ഞാൻ ചോദിക്കുന്നത്, ഈ
മുഷിമുഖനെന്തിന് ഇത്രയും സപ്പോർട്ട് ഇവന് ഇന്ന് വന്നവനല്ലേ മൂക്കട്ട ഒലിപ്പിച്ച നീ മറ്റൊരു സ്വഭാവം കാണിക്കല്ലോ ഇപ്പൊ. പക്ഷെ നീ നീ ലൈവ് അല്ലാത്ത ഫിഗറല്ലല്ലോ. ആ സത്യം നീ തുറന്നു പറഞ്ഞു കൊടുക്കടാ. ഇവർ റിയൽ ലൈഫിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? റിയൽ ലൈഫിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാത്ത അല്ലാ ഇതെന്താ ഇതെന്താ എടാ നിങ്ങൾ കളിയാക്കുന്ന ഇത് അസ്പാക്കിനെ നീ ഓവറാക്കല്ല പോയി 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 ഭയങ്കര ഓവറല്ലേ ഇവൻ. പക്ഷെ ചെയ്തു നോക്കട്ടെ. അല്ല പക്ഷെ ഇതെന്താ ചാറ്റ് എന്തെങ്കിലും അതാണ് മനസ്സിലാത്ത. ചാറ്റിന് തീയാ ഞാനും നീയെല്ലാം പോയി. അപ്പൊ എന്നാ പിന്നെ നമുക്ക് മാറിയിക്കാം. സ്ട്രീം ഇതെന്താ അപ്പൊ നീ അങ്ങനെയല്ലടാ. ചാറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നായിന്റെ മോനെ പിടിച്ച് കേട്ടിട്ട് ഇവരെന്താ സംഭവം? ആഗ്രഹം നീ എന്താ കാല് നക്കണം, കാല് മാന്തണം. ഇവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഇവൻ ഡേഞ്ചറാ. ഇവൻ എന്തെല്ലോ സത്യങ്ങളാ പറയുന്നത്. അല്ല ഇവനങ്ങനെ സപ്പോർട്ട് ചെയ്യല്ല. പറഞ്ഞു സത്യമല്ലാന്ന്. സത്യത്തിന്റെ സത്യമല്ലാത്തതിന്റെ അല്ല ഞാൻ പറയും. നീ അങ്ങനെ അന്നെ താത്തി കെട്ടിട്ട് നീ എന്തിനാ അങ്ങനെ കിങ് ആണോ? ന്യൂ കിങ് അസ്പാക് ന്യൂ കിങ് കിരീടം എടാ ഇവനെ കിങ് ആക്കാം. ശരി നീ പോയട്ടെ. എടാ നിക്ക്. ഞാൻ പറയുന്നത് അതല്ല. ഈ ചാറ്റിന്റെ മൈൻഡ് സെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ അപ്പം കാണുന്നവരെ അപ്പാന്ന് വിളിക്കോ? നിങ്ങൾക്കപ്പൊ ഇന്നലെ കേറി ഞാനാടാ ഓജി. എങ്ങനെയാണ് അപ്പ കാണുന്ന എനിക്ക് ഇതിന്റെ മറുപടി പറയണമെന്നുണ്ട്. പക്ഷെ അത് ചീത്തയായി പോകും. ഞാൻ പോന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. പുതിയ ഇത് ഇമോഷണലി നിങ്ങൾ ഇതാക്കിട്ട് ഇനി 80 ഞാൻ ശരിക്കും അപ്പൊ ശരിക്കും ഈ ചാറ്റിന്റെ മൈൻഡ് സെറ്റ് അപ്പൊ ഇവരെന്ത് കണ്ടിട്ടാണ് ഇവന്മാരെ കിങ് ആക്കുന്നത്? പിന്നെയും പൊക്കിയോ ഒന്ന് വായിച്ചേ. അസ്പാക്ക് തളിപ്പറമ്പ് കിങ്ങാ. അപ്പൊ ആർക്കും കിങ് ആവാം? ഇല്ല, അതിനൊരു ഇതുണ്ട്, ലെവലുണ്ട്. എന്റെ മിനിമം എന്റെ ലെവലും കാണും. കൺഫ്യൂഷൻ ഞാൻ ചിന്തിക്കുന്നില്ല. പോട്ടെ എന്തായാലും ആട്ടെ. നിന്റെ അഭിനയം നടക്കൂല. 80 വാങ്ങാൻ വേണ്ടിട്ട്, സിമ്പതി വാങ്ങാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. വേറെ ബീജം വിടാൻ പറയുന്നുണ്ടായിരുന്നു. ഒരു കണ്ണൂർ കിങ്ങിന്റെയും ബീജം ഉള്ള ഒരു കിങ്. ഓക്കെ ശരി, എല്ലാവരും കണ്ണൂർ കിങ് സ്പാമേ. ഒരു ബീജം ഉണ്ട്, ഒരു മാസം എൻട്രി ഉണ്ടാ, ഒരു മാസം എൻട്രി ഉണ്ടാ. നിക്ക് 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 ഒരു മിനിറ്റ്. മാസം എൻട്രി വാ.
ഇല്ല മാസം വാ മാസം പോയി എടാ വാ ഇരിക്ക് ഇല്ല എന്റെ മാസം പോയി ഞാനില്ല മതിയാടാ നിന്റെ അഭിനയം കൊറേ സമയമായി നീ വല്ല കിങ്ങാൻ വന്നിന് പുതിയ ഒരു കുത്താൻ നീക്ക് ഞാൻ പോകുന്നത് കൊറേ ഓവറാക്കലും അവന്റെ നീ ഇരിക്കടാ ഇരിക്കുക നീയാതെ എടാ നീ ആണടാ റിയൽ കിങ് എന്താണ് ഈ 10-ന്റെ ഇതെന്താ അസ്പാക്കോജി സമി മുഞ്ചി കണ്ണിറുക്കി നാവ് പുറത്തേക്ക് നീട്ടുന്ന മുഖം. എടാ കണ്ണൂർക്ക് ഇങ്ങനെ തീട്ടെന്ന് പറഞ്ഞ സ്വഭാവം പറയാ ബാ മങ്കിക്ക് വരാം നമ്മള് പവർ കാണിച്ചു കൊടുക്കാം ബാ അങ്ങനെയാണ് നമ്മള് മങ്കിക്ക് പറയാം മുത്ത എന്റെ മൂടെല്ലാം പോയി കണ്ട മുത്ത എടാ എടുക്കടാ മങ്കി എടുക്കടാ മങ്കിയെട് ഇതൊരു മാറാന്ന് നീ മങ്കിയെടുക്ക് ഇവനെ എന്റെ പിടിച്ചിരുത്ത് ഞാൻ പറയുന്നത് ഇനി സ്ട്രീം തുടരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ വരുന്നവരും വന്നവരും പോയവരെല്ലാം കിങ് ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മക്കൊന്നും ഒരു വില ഉണ്ടാവില്ല മനസ്സിലായി കോപ്പി സാരഭായ് കോളേജ് വരമോ ജാൻ 29 GH ചുവന്ന ഹൃദയം ചുവന്ന ഹൃദയം ചുവന്ന ഹൃദയം ചുവന്ന ഹൃദയം ചുവന്ന ഹൃദയം. അല്ല അപ്പൊ ഞാൻ മുന്നോട്ട് പോകുമ്പോ എനിക്ക് പറയാനുള്ളത് അസ്പാക്ക് അവിടെ പോയിട്ടിരിക്കണം സോഫയിൽ പോയിട്ടിരിക്കണം അല്ല അസ്പാക്ക് ഇല്ല 5 മിനിറ്റ് കസിൻജു ഇനി പോക്കു ടൈം ഔട്ട് നിനക്ക് ടൈം ഔട്ട് നീ അവിടെ പോയിരിക്കും നീ ആ സോഫയിൽ ഇരിക്കും ഞാൻ പറഞ്ഞുതരാം ഞാൻ വിളിക്കാം പോ ഇല്ല ഇതിലെന്തോ ചതിയുണ്ട് അല്ല ഇതിൽ ചാറ്റ് പറയട്ടെ എന്തേ ചാറ്റ് പറയട്ടെ റാംബോ ഫീൽഡ് ഔട്ട് ഇത് റാംബോ ഇപ്പൊ ഫീൽഡ് ഇന്നതിന് റാംബോ ഫീൽഡ് ഔട്ടാ ഷമീർ ഓജി കിങ് കിരീടം. റാംബോ അതിന് ഫീൽഡിൽ ഉണ്ടായിട്ടില്ല കൈ കൊറേ എണ്ണം കിടന്ന് ചിലക്കണം അതിന്റെ ഇടയിൽ കൂടെ ഞാനും കൂടെ ചിലച്ചിട്ട് വെറുതെ എന്തിനാ അതുകൊണ്ടാ മിണ്ടാതെ ഒരു സൈഡിൽ ചിലക്കണവന്മാര് ചിലക്കട്ടെ ഇമാര് തളരട്ടെ തളരുമ്പോ നമുക്ക് തുടങ്ങാം അല്ല അച്ഛാന്റെ കാല് പോയി അച്ഛനെന്താ പറ്റിയേ അച്ഛനെന്തോ അവിടെ നിന്ന് തിന്നണം ഷമീർ കന്നൂർ കിങ് ഇനി അസ്പാക് റിയൽ കിങ്. നീ അവിടെ പോയിട്ട് ഞാൻ വിളിക്കാം നീ പോ ഇരിക്കണം അവിടെ പോയിട്ട് വിളിക്കണോ ഞാൻ കണ്ണടല്ലോ നീ എന്താ വലിയ ഓവറാക്കുന്നത് നീ ഇങ്ങനെ നല്ല ലൈവില്ലാത്തപ്പോ ഭയങ്കര അഭിനയം അസ്പാക് ചാണക കൂമ്പാരം ഷമീർ കിരീടം. ഓക്കെ